കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു. ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളും ഷെക്കീന TV-യുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ സ്നേഹമാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമാണ് ഈ ശുശ്രൂഷയിലൂടെ നാം അമ്മയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങൾ അമ്മയുടെ മക്കൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അമ്മയോട് ചേർന്ന് കൃതജ്ഞതയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ ശുശ്രൂഷയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നാം ശ്രവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് പകർന്നു നൽകുന്ന വളരെ വിലപ്പെട്ട സന്ദേശം ദൈവം സ്നേഹമാണ് എന്ന സന്ദേശമാണ്. ദൈവം സ്നേഹമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ലോകത്ത് സ്നേഹത്തിൻ്റെ അഭാവം മൂലം വേദനിക്കുന്നവരാണ് മിക്കവരും. നമ്മൾ ഓർത്തു ഈ വ്യക്തി എന്നെ സ്നേഹിക്കും, പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ അല്പകാലമൊക്കെ സ്നേഹിച്ചതിന് ശേഷം എന്നെക്കൊണ്ടൊരു ഉപകാരമില്ല എന്ന് വന്ന സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പോയ, വിട്ടുപോയ, അകന്നുപോയ, വേദനകളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട്. ചില സഹോദരങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്, അച്ഛാ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല, ആർക്കും എന്നെ വേണ്ട. ഇപ്രകാരമുള്ള ചിന്തകളിലൂടെ അനേകം മക്കൾ ഇന്ന് ലോകത്ത് കടന്നു പോകുന്നുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ ഒന്നിനും നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയ്ക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മോട് പറയുകയാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ സ്നേഹിക്കാൻ ആരുമില്ല ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് നൽകാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹം എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അത് മാറ്റമില്ലാത്ത സ്നേഹമാണ്, അത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ്, അത് നിഷ്കളങ്കമായ സ്നേഹമാണ്. ഈ ലോകത്ത് ആര് നിന്നെ വെറുത്താലും വിട്ടുപിരിയാത്ത ഈ ഒരു സ്നേഹമാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ തിരിച്ചു സ്നേഹിക്കാത്തതാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും പുറകെ, പലരുടെയും പുറകെ പല കാര്യങ്ങൾക്കും വേണ്ടി പോകുന്നു. പലരിലും നമ്മൾ ആശ്രയം കണ്ടെത്തുന്നു, ആലോചനകൾ ചോദിക്കുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അല്പം ആസ്വദിക്കുവാൻ, എന്നെ തന്നെ ദൈവസ്നേഹത്തിന് സമർപ്പിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഇതാണ്, ദൈവസ്നേഹത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കാത്തതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം.
ദൈവസ്നേഹം നമ്മളിൽ നിറയുമ്പോൾ ദൈവശക്തി നമ്മളിൽ നിറയും. നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ദൈവശക്തിയും ദൈവസ്നേഹവും അനുഭവിക്കാൻ അതാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 77-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പ്രകടമാകാത്ത, എനിക്കത് അനുഭവിക്കാൻ സാധിക്കാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. പ്രിയ സഹോദരങ്ങളെ, ആയതിനാൽ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യനോടുള്ള തീഷ്ണമായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു തീച്ചുളയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന്. മനുഷ്യനോടുള്ള തീഷ്ണമായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു തീച്ചുളയാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇത് നമ്മൾ തിരിച്ചറിയണം. വളരെ പ്രത്യേകമായ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ സ്നേഹം തിരിച്ചറിയുകയും ഈ സ്നേഹത്തിന് നന്ദി പറയുകയും ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകുകയും ചെയ്യേണ്ട മാസമാണ് ജൂൺ മാസം. കാരണം ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെ സഭ നമ്മളെ സ്നേഹിക്കുവാനും നമുക്ക് സ്നേഹിക്കുവാനുമായി നൽകിയിരിക്കുന്ന വളരെ പ്രത്യേകമായൊരു മാസമാണ് ജൂൺ മാസം. ദൈവസ്നേഹത്തിൽ ആവോളം നിറയേണ്ട ഒരു മാസമാണ് ജൂൺ മാസം. പരിശുദ്ധ അമ്മ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവം മനുഷ്യനോടുള്ള തീഷ്ണമായ സ്നേഹത്തെ പ്രതി ജ്വലിക്കുകയാണ്. അമ്മ കൂട്ടിച്ചേർത്ത് ഇപ്രകാരമാണ്: മനുഷ്യനോടുള്ള തീഷ്ണമായ സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന തീച്ചുളയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈശോയുടെ തിരുഹൃദയം. ഈ ഹൃദയത്തെ സ്നേഹിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ആസ്വദിക്കുവാനുമായി സഭ പ്രത്യേകമായി നമുക്ക് നൽകിയിരിക്കുന്ന മാസമാണ് ഈ ജൂൺ മാസം. ഞാൻ പ്രിയമുള്ള സഹോദരങ്ങളെ, ജൂൺ മാസത്തിൽ പല കുടുംബങ്ങളിലും നേരത്തെയൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന കുടുംബങ്ങളുണ്ട്. ഇപ്പോഴും പ്രായമായ കാരണന്മാരൊക്കെയുള്ള കുടുംബങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിച്ച് ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുക പരിശ്രമിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഇത് വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. മാത്രമല്ല, അത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ നൽകുന്നൊരു പ്രത്യുത്തരമാണ്. ഇന്ന് കർത്താവിൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചില അനുഭവങ്ങൾ ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ പങ്കുവച്ച് നൽകുന്ന ഇപ്പോൾ ഈശോയുടെ തിരുഹൃദയം വേദനിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം വണക്കത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമൊക്കെ ഒരു പാഴ്മാസമായി മാറിയിരിക്കുകയാണ്. പലരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി സ്നേഹിക്കേണ്ട അവസരങ്ങളിൽ അതിന് സമയം കണ്ടെത്താതെ ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്ക് പുറകെ പോകുമ്പോൾ ഈശോയുടെ തിരുഹൃദയം വേദനിക്കുക. പറയുന്ന ഇപ്പുറം എന്താണ് ഈശോയുടെ തിരുഹൃദയത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്? മനുഷ്യൻ്റെ നിസ്സംഗതയാണ്. മനുഷ്യൻ്റെ നിസ്സംഗത, ഇൻഡിഫറൻസ് ടു ദ ലവ് ഓഫ് ഗാഡ്. ദൈവം ഇത്രമാത്രം സ്നേഹം മനുഷ്യനിൽ ചൊരിയുമ്പോഴും ഞാനെന്ന മനുഷ്യൻ, ഫാദർ സിറിൽ ഇടമന എന്ന വ്യക്തി ഈശോയുടെ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാത്തതാണ് ഈശോയുടെ ദുഃഖത്തിൻ്റെ കാരണം. ഈശോയുടെ സ്നേഹത്തിന് ഞാൻ ഓരോ വ്യക്തികളും വ്യക്തിപരമായി എൻ്റെ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന് ഒരു പ്രത്യുത്തരം നൽകി അവിടുത്തെ സ്നേഹിക്കുമ്പോൾ കർത്താവ് സന്തോഷിക്കുക. കർത്താവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ നിസ്സംഗതയാണ്, ഇൻഡിഫറൻസ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന നമ്മൾ ഈ ലോകത്തെ ആരുടെ സ്നേഹം എത്ര അളവിൽ ലഭിച്ചാലും എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശൂന്യതയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ നിറഞ്ഞാൽ ഈ ലോകത്താരുടെ സ്നേഹം നമുക്ക് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുകയാണ്. അതിനുള്ള ഒരവസരമാണ് ഈ ജൂൺ മാസം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിന് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ
മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി, തീഷ്ണമായ സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന തീച്ചുളയാണ് ദൈവസ്നേഹം, ഈശോയുടെ ഹൃദയമെന്ന് അവൻ പങ്കുവെച്ച് നൽകുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ എത്രമാത്രം ഗൗരവത്തോടെയാണ് ഞാനെന്ന ക്രിസ്ത്യാനി വ്യക്തിപരമായി ഏറ്റെടുത്തിരിക്കുന്നതും സ്നേഹിക്കുന്നതും എന്നും പരിശോധിക്കുവാൻ ഈ കാലഘട്ടം, ഈ ദിവസങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മളൊരു ജനറലായിട്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയമേ ഞാനിങ്ങനെ ശരണപ്പെടുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയം ഞാൻ ഏറ്റെടുത്ത് ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുവാൻ ഞാൻ എത്രമാത്രം സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കണം. ഇന്ന് വ്യക്തിപരമായി നമ്മൾ പരിശോധിക്കും. നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കൂട്ടുകാരോടല്ല, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളോടൊത്ത് നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്ന് പരിശോധിക്കുക. ഇനി ഈശോയോട് ചേർന്ന് പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മേബി ഒരു ലുത്തിനെ ചെല്ലുവാനും ഇല്ല ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ജപമാല ചെല്ലുവാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ട മാസമാണ് ഈ ജൂൺ മാസം. അവിടെ പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യൻ്റെ നിസ്സംഗത ഈശോയുടെ തിരുഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് വിശുദ്ധർ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നിസ്സംഗത എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിചിന്തനം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടിയിരിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കരുത്. കാരണം ആ സ്നേഹത്താൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെ പുതിയപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഓരോരോ. കാരണം പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിന് സമനായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശൂന്യവൽക്കരിച്ചൊരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവൻ വന്നു പിറന്നത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം മൂലമാണ്. പാപത്തിൻ്റെ അടിമത്തിൽപ്പെട്ട് സാത്താന് നമ്മളെ തകർക്കുവാൻ അവസരം കൊടുക്കാതിരിക്കുവാൻ അവൻ മനുഷ്യനായി ഈ ലോകത്ത് അവതരിച്ച് നമ്മോട് കൂടെ ജീവിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ രഹസ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് കൂടെ നടന്നു. സ്നേഹം എന്താണെന്ന് അവൻ കാണിച്ചു തന്നു. അതിനുശേഷം അവൻ നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ചു. ഒരു കുറ്റവും ചെയ്യാത്തവൻ പാടുപീഡകൾ സഹിച്ചു. അവൻ കുരിശിലേറി. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 53-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള തിരുലിഖിതങ്ങൾ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 53:3 മുതൽ അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നത്. ദൈവം അവനെ പ്രഹരിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവൻ മുറിച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തി. അവൻ ക്ഷതങ്ങളേറ്റ് ചാട്ടവാർ അടിയേറ്റ് ശരീരം പിച്ച് ചീന്തി നമ്മൾ സൗഖ്യപ്പെടുന്നതിന് വേണ്ടി, നമുക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇതിലും എന്താണ് നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇന്ന് കുമ്പസാരക്കൂട്ടിൽ നമ്മൾ കൊടും പാപം ചെയ്ത് കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോൾ കർത്താവിൻ്റെ ആ കരുണയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അവൻ്റെ തിരുഹൃദയത്തൊഴുകിയ തിരുരക്തത്താൽ ഓരോ പാപമോചന സമയത്തും നമ്മൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ കർത്താവിനെ, ഈശോയുടെ ഈ തിരുഹൃദയത്തെ സ്നേഹിക്കുവാൻ ഞാൻ എത്രമാത്രം സമയം കണ്ടെത്തുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ പ്രത്യുത്തരം നൽകുന്നത് എപ്രകാരമാണ്?
ഒരു തിരുഹൃദയ ജപമാല അല്ലെങ്കിൽ ഒരു തിരുഹൃദയ ലുത്തിനിയെങ്കിലും ചൊല്ലി ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുവാൻ അനുദിനം നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമ്മെ സഹായിക്കുകയാണ്. ഈശോയുടെ സ്നേഹം അവഗണിച്ചുകൂടാ. ഈശോയുടെ സ്നേഹം നാം ഏറ്റെടുക്കണം, അത് ഉൾക്കൊള്ളണം, അതിന് നന്ദി പറയണം, അതിന് തിരിച്ചവനെ സ്നേഹിക്കണം. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹം, ഈശോയുടെ തിരുഹൃദയം, ആ ഭക്തി, തിരുഹൃദയ വണക്കമൊക്കെ അത് വചനാധിഷ്ഠിതമാണ്. ഈശോയ്ക്കൊരു ഹൃദയമുണ്ട് എന്ന് വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 29-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ, എൻ്റെ നുകം വഹിക്കുവിൻ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. വിനീത ഹൃദയനാണ് കർത്താവ്. ആ കർത്താവിൻ്റെ ഹൃദയം നമുക്ക് നൽകിയിട്ട് പറയുക, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണം, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ പഠിക്കണം. ഈശോ തുറന്നു തരിക. കാൽവരിക്കുരിശിൽ അവൻ്റെ ഹൃദയത്തെ അവൻ്റെ കുന്തം കൊണ്ട് കുത്തി തുറന്നപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. അവൻ്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങൾ കഴുകി. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തെ അല്പം കൂടി സ്നേഹിക്കുവാൻ, ഒരു പരിശ്രമം നടത്തുവാൻ നമ്മോട് ഇന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ ഈശോയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് പാവം ഉപേക്ഷിച്ചവനെ സ്നേഹിക്കുവാനുള്ള ഒരു പരിശ്രമം ഞാനും നിങ്ങളും നടത്തണമെന്നാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശം. സ്നേഹമുള്ള സഹോദരങ്ങളെ, 17-ാം നൂറ്റാണ്ടിൽ മാർഗരറ്റ് മേരി ആലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുത്തു. തിരുഹൃദയ ഭക്തി ലോകത്ത് പ്രചരിപ്പിക്കുവാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഫലമായി നമുക്കറിയാം, നമ്മുടെയൊക്കെ തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മുടെ ഭവനങ്ങളുടെ പ്രധാന കവാടത്തിലൊക്കെ നമ്മൾ വയ്ക്കുന്നത് ഈ ഭക്തിയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. മിസ് മാർഗരറ്റ് മേരി ആലക്കോക്കിനാണ് ഇതിൻ്റെ പ്രാധാന്യമൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. കർത്താവ് പറഞ്ഞു, എൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം അത് വെഞ്ചരിച്ച് പ്രതിഷ്ഠിക്കുന്ന കുടുംബങ്ങളെ ഞാൻ പ്രത്യേകമായി സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. എൻ്റെ തിരുഹൃദയ രൂപത്തെ വണങ്ങുന്ന കുടുംബങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കും, അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനങ്ങളിലെ കുടുംബങ്ങളിലൊക്കെ ഏറ്റവും പ്രധാന സ്ഥലത്ത് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിക്കുന്നത്. അത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം നാം വണങ്ങണം. കാരണം അവൻ്റെ സ്നേഹം അത്രമാത്രം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട് എന്നുള്ള സത്യമാണ് ഇതിൽ നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്കിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പല തിരുഹൃദയത്തോടുള്ള സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം വെഞ്ചരിച്ച് കുടുംബങ്ങളിൽ വെച്ച് വണങ്ങുക, ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിക്കുക, ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുക എന്നുള്ളത്. ഇനി അടുത്ത ഭക്തി പരിശുദ്ധ അമ്മയിലൂടെയും ഈശോയിലൂടെയും വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്ത ഇപ്രകാരമാണ്: ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠ, കോൺസക്രേഷൻ ടു ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. അത് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കണം. അത് അനുദിനം പ്രതിഷ്ഠിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈശോയുടെ ആ സ്നേഹത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുകയാണ്. ഓരോ ദിവസവും നമുക്കറിയാം, നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന, ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു എന്നും പറഞ്ഞ് കുടുംബ പ്രതിഷ്ഠയുണ്ട്, വ്യക്തിപരമായ പ്രതിഷ്ഠയുണ്ട്. ഇന്ന് അനേകം കുടുംബങ്ങൾ ഈ പ്രതിഷ്ഠ ചൊല്ലി കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആ സ്നേഹം അതിന് അനുഭവിക്കുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്താൽ പൊതിഞ്ഞ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ട്. എന്നാൽ ഇന്ന് മറ്റു അനേകം കുടുംബങ്ങൾ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വെച്ചാൽ ഇതൊന്നും ഗൗരവമായി എടുക്കാതെ ഒരു
ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കാതെ ജീവിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി വണങ്ങുന്ന ഈ ദിവസങ്ങളിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ നാം സമയം കണ്ടെത്തണം. തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കണം. അത് വല്ലപ്പോഴുമല്ല, അതെല്ലാ ദിവസവും. കാരണം ദൈവസ്നേഹം അനുദിനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 26-27 വചനങ്ങളിലൊക്കെ നമ്മളെ ഇപ്രകാരം പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നുമില്ല, അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും ദൈവം പുതിയതായ സ്നേഹത്തെ നമ്മൾ ചൊരിയുമ്പോൾ നമ്മൾ ആ സ്നേഹത്തിന് അനുദിനം പ്രതിഷ്ഠിക്കണം. വിശുദ്ധ മാർഗരറ്റ് മേരി ആലക്കോക്കിലൂടെ ഈശോയുടെ തിരുഹൃദയം തന്നെ നമ്മൾ പങ്കുവെച്ച കാര്യമാണ്, നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതരായ മക്കളായി തീരണമെന്ന്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയം മാർഗരറ്റ് മേരി ആലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരു ഭക്തിയാണ് ആദ്യ വെള്ളിയാഴ്ച ഭക്തി. ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമായി നമ്മൾ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ദിവസമാണ്. കാരണം എന്താ? ആ വെള്ളിയാഴ്ചയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്, കുരിശിൽ മരിച്ചത്. എന്നെ രക്ഷിക്കുവാൻ എൻ്റെ തമ്പുരാൻ ഒരു ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ മരിച്ചു, എന്നെ രക്ഷിച്ചു. ആ കർത്താവ് എനിക്ക് നേടുന്ന രക്ഷയെ ഓർത്ത് നന്ദി സൂചകമായി ഓരോ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യ വെള്ളിയാഴ്ചകൾ നമ്മൾ പലരും ദേവാലയങ്ങളിൽ പോയി വിശുദ്ധ ബലിയർപ്പിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയുടെ തിരുഹൃദയത്തോടെ സ്നേഹത്തെ പ്രതി ഈശോയുടെ വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കാറുണ്ട്. ഇന്ന് അനേകർ അത് ചെയ്യാറുണ്ട്. ഇല്ലാത്തവർ ചെയ്യണം. ഈശോയുടെ സ്നേഹത്തെ നമ്മൾ ഒരിക്കലും അവഗണിച്ചുകൂടാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുവാൻ കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന മറ്റൊരു ഭക്തിയാണ് ഈശോയുടെ ആദ്യ വെള്ളിയാഴ്ചയോട് ചേർത്ത് വച്ചിരിക്കുന്ന 9 ആദ്യ വെള്ളിയാഴ്ച ഭക്തി. തുടർച്ചയായ 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ദേവാലയത്തിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ ഈശോയുടെ തിരുഹൃദയം ഒരുപാട് സന്തോഷിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം വലിയ ആശ്വാസമായി മാറുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, 9 ആദ്യ വെള്ളിയാഴ്ച ആചരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്തി ആചരണമാണ്. നമ്മൾ ഈ ജൂൺ മാസത്തിൽ ആരംഭിക്കുകയാണ് 9 ആദ്യ വെള്ളിയാഴ്ച ആചരണം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി. അടുത്ത ഫെബ്രുവരി മാസം വരെ ആദ്യ വെള്ളിയാഴ്ച, 9 ആദ്യ വെള്ളിയാഴ്ചകൾ അല്പം ത്യാഗം ചെയ്ത് നമ്മൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥന സാധിക്കുമെങ്കിൽ കുമ്പസാരിച്ച് യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിയോഗം ഇപ്രകാരമാണ്: ഈശോയുടെ തിരുഹൃദയത്തിനെതിരായി മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കാഴ്ചവെക്കണം. അത് ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളും ഒരുപക്ഷേ ഈശോയുടെ തിരുഹൃദയത്തിനെതിരായി പാപം ചെയ്യുവാൻ നമ്മളെ തന്നെ ചിലപ്പോഴൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടാകാം. അതിനും പരിഹാരമായി ലോകത്തെമ്പാടും ഈശോയുടെ തിരുഹൃദയത്തിനെതിരായി സകല മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ ദേവാലയത്തിൽ കടന്നു ചെന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിയർപ്പിച്ച് ദിവികാരണം സ്വീകരിച്ച് കാഴ്ചവെക്കുമ്പോൾ ഈശോയ്ക്ക് വലിയ ആശ്വാസമായി നമ്മൾ മാറുകയാണെന്നും ഈശോ നമ്മളിൽ ചൊരിയുന്ന ആ വലിയ സ്നേഹത്തിന് പ്രത്യുത്തരം നമ്മൾ നൽകുന്ന നിമിഷങ്ങളാണ് ഈ 9 ആദ്യ വെള്ളിയാഴ്ച ആചരണം എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിൽ വലിയ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി ജ്വലിക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്നുണ്ട്.
ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മളെ പൊതിയുന്നുണ്ട്. അങ്ങനെ ഓരോ കുർബാനയിലും കർത്താവ് നമ്മൾ തന്നെ നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ്. ഈ ലോകത്ത് വിവിധ യുക്കറിസ്റ്റി മിറക്കിൾസ്, ദിവികാരുടെ അത്ഭുതങ്ങൾ നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്താണ് ദിവികാരൻ അത്ഭുതം എന്ന് പറഞ്ഞാൽ? വൈദികൻ ബലിയർപ്പിച്ചപ്പോൾ ഗോതമ്പപ്പം കർത്താവിൻ്റെ മാംസമായി മാറി, വീഞ്ഞ് രക്തമായി മാറിയ അത്ഭുതങ്ങളാണ് ദിവികാരൻ അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണ്? ഇത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഈ മാംസമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, നമ്മൾ സ്വീകരിക്കുന്ന കർത്താവിൻ്റെ തിരുശരീരം അത് കർത്താവിൻ്റെ ഹൃദയമാണ് അവൻ പങ്കുവെച്ച് നൽകുന്നത് ഓരോ വിശുദ്ധ ബലിയിലും എന്ന സത്യം നാം മനസ്സിലാക്കണം. അവൻ്റെ സ്നേഹമാണ് നാം അനുഭവിക്കുന്നത്. വലിയ വേദന പീഡനമേറ്റ് സഹിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ഈ മാംസകഷ്ണമെന്ന് ദിവികാരന് അത്ഭുതം നടന്ന സ്ഥലങ്ങളിലെ ദിവികാരനെ പരിശോധിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട്. എനിക്ക് വേണ്ടി അവൻ പീഡനമേറ്റ് ആ ഹൃദയം ഇപ്പോഴും എനിക്ക് വേണ്ടി സഹിച്ചുകൊണ്ട് അനുദിനം വിശുദ്ധ കുർബാനയിൽ എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ കുർബാനയിൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ അല്പം കൂടി വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ അല്പം കൂടി തിരിച്ചു സ്നേഹിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കൂടെ ഈശോയോട് പ്രാർത്ഥിക്കുന്ന, ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു നമുക്ക് ഏറ്റുപറയാം. അവൻ്റെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, മനുഷ്യനോടുള്ള തീക്ഷ്ണമായ സ്നേഹത്തെ പ്രതി ഈശോയുടെ ഹൃദയം ഒരു തീച്ചൂളയായി ജ്വലിക്കുകയാണ്. ദൈവസ്നേഹം ഒരു തീച്ചൂളയായി ജ്വലിക്കുകയാണ്. ഇത് നമ്മൾ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആരെങ്കിലും സ്നേഹം കിട്ടാത്ത അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എന്നെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അത് സാത്താൻ നൽകുന്ന തെറ്റായ ബോധ്യമാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ട്, എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം, അത് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്വന്തമാക്കി മാറ്റുന്നതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ കൂടെ, നിങ്ങൾ വേദനിപ്പിച്ചവരുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.